ഇപ്പോഴും ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് അറിയാത്ത ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അറിയുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം, അറിയാത്തവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. നമ്മൾ ഈ ഐഫോണിൻ്റെ കേസുകൾ ഡിസ്പ്ലേ മാറി കഴിഞ്ഞ് നിങ്ങൾ അൺനോമ്പട്ട് ഐസ് ഇട്ട് കഴിഞ്ഞാലും സെറ്റിങ്സിൻ്റെ അകത്ത് ഈ ഒരു മെസ്സേജ് കാണിക്കും. ഇവിടെ അബൌട്ട് പോയി കഴിഞ്ഞാൽ പാർട്സ് ആൻഡ് സർവീസ് ഹിസ്റ്ററി കാണിക്കും. ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ അൺനോമ്പാട്ട് കാണിക്കും. എന്നാലാണെങ്കിലോ ഐസ് ഇട്ടിട്ടുണ്ടാവും, ഈ സംഭവം കാണിക്കും. ഇവിടെ ട്രൂ ടോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ട്രൂ ടോണിൻ്റെ ഓപ്ഷൻ കാണിക്കും. ആണോ, ട്രൂ ടോണിൻ്റെ ഓപ്ഷൻ കാണിക്കും. പക്ഷേ ഇത് ഒറിജിനൽ ട്രൂ ടോൺ ആണോ? അല്ല. ഇത് ഈ കാണുന്ന ട്രൂ ടോൺ ഒരിക്കലും ഒറിജിനൽ അല്ല. ഇതൊരു ഡെമ്മി ആയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളൂ. ഓക്കെ, അത് ഈ iOS 18.4 വന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇത് ഡിസ്പ്ലേ കോപ്പി ഡിസ്പ്ലേ ആയാലും ഇനിയിപ്പോൾ ഏത് ഡിസ്പ്ലേ ആണെങ്കിലും ഈ സംഭവം കാണിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രൂ ടോൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട് ഒരിക്കലും പഴയ ട്രൂ ടോൺ റീഡയറക്റ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഐസ് എടുത്തിടുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താവുന്നത്, ഇവിടെ സെറ്റിങ്സിനകത്ത് ഈ കാണിക്കും. പക്ഷേ ഇങ്ങനത്തെ കേസുകളിൽ ഇപ്പോൾ ഒരു ഡിസ്പ്ലേ കോപ്പി ആയിക്കോട്ടെ ഒറിജിനൽ ആയിക്കോട്ടെ ഏത് ഡിസ്പ്ലേ ആയിക്കോട്ടെ അതിൽ ട്രൂ ടോൺ ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഈ രീതിയിലല്ല നോക്കേണ്ടത്. ഇവിടെ ഇവിടെ ഇങ്ങനെ നോക്കണമെങ്കിൽ ഈ ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറയ്ക്കുക, ബ്രൈറ്റ്നസ് ഫുള്ള് കുറച്ച്. ഇനി എന്ത് ചെയ്യുക, ഒന്ന് ലൈറ്റിൻ്റെ ചോട്ട് കൊണ്ട് വെക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒന്നുമില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാണോ, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ കൈകൊണ്ട് ആക്കി മാത്രമേ റെസ്പോണ്ട് ആവുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ട്രൂ ടോൺ ഇല്ല. ഇവിടെ കാണുന്നത് ഡെമ്മി ട്രൂ ടോണിൻ്റെ ജസ്റ്റ് ഒരു ഇത് കാണിക്കുകയാണ്. ഇവിടെ ഒരിക്കലും ഈ ഫോണിൻ്റെ അകത്ത് ഈ ഡിസ്പ്ലേൻ്റെ അകത്ത് ഒരിക്കലും ട്രൂ ടോൺ ഇല്ല. അപ്പോൾ ഈ ട്രൂ ടോൺ നമ്മൾ എന്ത് ചെയ്യണം, അൺനോമ്പാട്ട് ഐസ് ഇട്ടതിന് ശേഷം നമുക്ക് ട്രൂ ടോൺ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ V1Sനകത്ത് ഫോണിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ റീഡ് കൊടുക്കുക. ഇപ്പോൾ ഡിസ്പ്ലേൻ്റെ ഈ ഡാറ്റ റീഡായി. ഇനി ഈ ഓതർ ഓപ്ഷൻ ഉണ്ടാവും, കണ്ടില്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ IC ഫിക്സ് ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഉണ്ട് IC ഫിക്സ് ഓപ്ഷൻ കാണിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സാംസങ് ആണോ LG ആണോ ചോദിക്കും. 15 Pro 15 Max സാംസങ്ങും LGയും ഏതാണ് മനസ്സിലാവണം. അപ്പോൾ സാംസങ്ങിൻ്റെ സ്ട്രിപ്പ് പറയുമ്പോൾ ഇത് കാണുന്ന സാംസങ്ങിൻ്റെ സ്ട്രിപ്പാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രിപ്പ് പറയുമ്പോൾ LGൻ്റെ സ്ട്രിപ്പാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ സ്ട്രിപ്പ് LGയിലേക്ക് മാറ്റുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഫുൾ ബ്ലാങ്ക് ആയി പോവുക, ചിലത് ട്രൂ ടോൺ എറർ വരിക. ഈ സംഭവം ഒരുപാട് ടെക്സ്റ്റ്മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് വരാതിരിക്കാനാണ് ഈ സാംസങ് ആൻഡ് LG ഇത് വെരിഫൈ ചെയ്യണം. ഈ വെരിഫൈ ചെയ്തതിന് ശേഷം ഏതാണോ ഉള്ളത് അത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഡിസ്പ്ലേ LGൻ്റെ ഡിസ്പ്ലേയാണ്. അപ്പോൾ ഇവിടെ LG കൊടുത്തു. ഇവിടെ ആണല്ലേ റേറ്റ് കൊടുക്കുക. ഓക്കെ, റേറ്റിംഗ് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ റേറ്റിംഗ് കംപ്ലീറ്റ് ആവും. നമ്മൾ ചെയ്യുന്നിടത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റേറ്റിംഗ് എറർ വരും. ഇപ്പം ഞാൻ ചെയ്തത് ഓക്കെ ആയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കാണിച്ചു തരാം. ചെക്ക് ചെയ്യുമ്പോൾ ഈ സ്ട്രിപ്പ് ഇടണം, കാരണം ഇതിൻ്റെ അകത്താണ് ആംബിയൻറ്റ് സെൻസർ വരുന്നത്. അതാണ് ട്രൂ ടോണിൻ്റെ സെൻസർ വരുന്നത്. അപ്പോൾ ആ സെൻസർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ട്രൂ ടോൺ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. സെറ്റിങ്സ് പോവുക, ജനറൽ എടുക്കുക, അബൌട്ട് എടുക്കുക. ഇവിടെ ഡിസ്പ്ലേ മാറിയിരിക്കുന്ന ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. ഇനി ബ്രൈറ്റ്നസ് ഫുള്ള് കുറച്ചിട്ടുണ്ട്. ഇനി ലൈറ്റിലെടുത്ത് വെക്കുക. ഉണ്ടോ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കൈ ഇവിടെ ഉണ്ട്, 2 കൈയും ഫ്രീ ആണ്. ഓട്ടോമാറ്റിക് അവിടെ എന്ത് ചെയ്ത് ബ്രൈറ്റ്നസ് കൂടി വന്നു, കണ്ടില്ലേ. അപ്പോൾ ട്രൂ ടോൺ ഉണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങാൻ പോകുന്നവരും അതേപോലെ റിപ്പയർ ചെയ്യുമ്പോൾ അണ്ണമ്പട്ടൻ ഐസ് ഇട്ട് കഴിഞ്ഞാലും ഈ രീതിയിൽ ട്രൂ ടോൺ ഉണ്ടോ ഇല്ല നോക്കിയിട്ട് കാര്യമില്ല. ബ്രൈറ്റ്നസ് കുറയ്ക്കുക, ലൈറ്റിൻ്റെ ചുവട്ടിൽ വെക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇവിടെ ഇങ്ങനെ കൂടി വരണം. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ട്രൂ ടോൺ അവിടെ വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ വെറും ഡിസ്പ്ലേൻ്റെ അണ്ണമ്പാട്ട് ഐസ് ഇട്ട് വിചാരിച്ച് അണ്ണമ്പാട്ട് പോകില്ല. അണ്ണമ്പാട്ട് പോകണമെങ്കിൽ ഈ ബ്രൈറ്റ്നസ് ഇവിടെ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ വർക്കിംഗ് ആവുള്ളൂ.